ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെയാണ് നാഷണൽ കമ്മോഡിറ്റീസ് മാർക്കറ്റ് എന്ന് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഏതൊക്കെയാണ് ഇൻ്റർനാഷണൽ കമ്മോഡിറ്റീസ് മാർക്കറ്റ്, ഏതൊക്കെയാണ് ഇൻ്റർനാഷണൽ ലെവലിലുള്ള കമ്മോഡിറ്റീസ് മാർക്കറ്റ് എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഇൻ്റർനാഷണൽ കമ്മോഡിറ്റി മാർക്കറ്റ്സ്. ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ഈസ് എ റിസൾട്ട് ഓഫ് സൊല്യൂഷൻ to a problem related to the maintenance of a year-round supply of commodities or products that are seasonal, as is the case of agricultural produce. The United States, Japan, United Kingdom, Brazil, Australia, Singapore are homes to leading commodity futures exchange in the world. അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിൻ്റെ അല്ലെങ്കിൽ കമ്മോഡിറ്റീസിൻ്റെ സപ്ലൈയും അല്ലെങ്കിൽ മെയിൻ്റനൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിൽ നിന്നാണ്, ഇഷ്യൂസിൽ നിന്നാണ് ഒരു സൊല്യൂഷൻ എന്ന രീതിക്കാണ് ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് അല്ലെങ്കിൽ കമ്മോഡിറ്റി മാർക്കറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് നമുക്കറിയാം, അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത് കുറേ കാലം നമുക്ക് സൂക്ഷിച്ച് വെച്ച് കൊണ്ടുപോകാൻ പറ്റില്ല, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അതേപോലെ തന്നെ സപ്ലൈ ചെയ്യാനും അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് സീസണലായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും അതേപോലെ തന്നെ സപ്ലൈ ചെയ്യാനുള്ള കുറേ ഇഷ്യൂസ് ഉണ്ട്, പ്രോബ്ലംസ് ഉണ്ട്. അത്തരം പ്രോബ്ലംസിൽ നിന്നൊരു സൊല്യൂഷൻ എന്ന രീതിക്കാണ് എന്ത് വന്നിട്ടുള്ളത്, ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് അല്ലെങ്കിൽ കമ്മോഡിറ്റീസ് മാർക്കറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ലോകത്തിലെ തന്നെ, വേൾഡിലെ തന്നെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് എക്സ്ചേഞ്ച് ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ജപ്പാൻ, യുണൈറ്റഡ് കിങ്ഡം, ബ്രസീൽ, ഓസ്ട്രേലിയ, സിംഗപ്പൂർ എന്നിങ്ങനെയുള്ള സ്ഥലങ്ങൾ. ന്യൂയോർക്ക് മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് ഓർ NYMEX ഫസ്റ്റ് ഇൻ്റർനാഷണൽ കമ്മോഡിറ്റി മാർക്കറ്റാണ് ഇത് ന്യൂയോർക്ക് മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ന്യൂയോർക്ക് മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് ഈസ് ദി വേൾഡ്സ് ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഫോർ ട്രേഡിംഗ് ഇൻ ഫിസിക്കൽ കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ്. ദി എക്സ്ചേഞ്ച് ഈസ് ഇൻ എക്സിസ്റ്റൻസ് സിൻസ് ലാസ്റ്റ് 132 years and performs trades through two divisions. The NYMEX division, which deals in energy and platinum, and the COMEX division, which trades in all other metals. ന്യൂയോർക്ക് മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫസ്റ്റ് ഇൻ്റർനാഷണൽ കമ്മോഡിറ്റി മാർക്കറ്റാണ്. വേൾഡിലെ തന്നെ, ലോകത്തിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് ആണ്. ഫിസിക്കൽ കമ്മോഡിറ്റീസ് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്ന വേൾഡിലെ തന്നെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് ആണ് ഇത് ന്യൂയോർക്ക് മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഈ എക്സ്ചേഞ്ച്, ന്യൂയോർക്ക് മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്, ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ 132 വർഷങ്ങൾക്ക് മുന്നേ ആണ് ഈ ന്യൂയോർക്ക് മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ ഇൻ്റർനാഷണൽ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കമ്മോഡിറ്റി മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് 2 ഡിവിഷൻസ് ആയിട്ടാണ്, 2 പാർട്ടായിട്ടാണ് അല്ലെങ്കിൽ 2 ഡിവിഷൻസ് ആയിട്ടാണ് ഇത് ട്രേഡ് നടത്തുന്നത്, ഇതിൻ്റെ ട്രേഡിംഗ് പെർഫോം ചെയ്യുന്നത്. ഒന്ന് NYMEX ഡിവിഷനും രണ്ടാമത്തേത് COMEX ഡിവിഷനും. 2 ഡിവിഷനാണ് ന്യൂയോർക്ക് മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ചിലുള്ളത്. NYMEX ഡിവിഷൻ എന്ന് പറയുന്നത് ഡീൽ ചെയ്യുന്നത് എന്തൊക്കെയാണ്, എനർജി, അതേപോലെ തന്നെ പ്ലാറ്റിനം, അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ട്രേഡിംഗ് ആണ് ഈ NYMEX ഡിവിഷൻ ഡീൽ ചെയ്യുന്നത്. കോമെക്സ് ഡിവിഷൻ ഡീൽ ചെയ്യുന്നത് ഏതൊക്കെയാണ്, ട്രേഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ്, ബാക്കിയുള്ള എല്ലാ അതർ മെറ്റൽസും ഡീൽ ചെയ്യുന്നത് ആരാണ്, ഈ കോമെക്സ് ഡിവിഷനാണ്. അതായത് ന്യൂയോർക്ക് മെർക്കൻറ്റൈൽ എന്ന് പറയുന്ന എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, വേൾഡിലെ തന്നെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആണ്. ഇതിന് 132 വർഷത്തോളം പഴക്കമുണ്ട്. അപ്പോൾ ഇത് 2 ഡിവിഷൻസ് ആയിട്ടാണ് ഇതിൻ്റെ ട്രേഡിംഗ് പെർഫോം ചെയ്യുന്നത്. ഒന്ന് NYMEX ഡിവിഷനാണ്, രണ്ടാമത്തേത് കോമെക്സ് ഡിവിഷനാണ്. NYMEX ഡിവിഷൻ എന്ന് പറയുന്നത് എന്താണ്, എനർജി, പ്ലാറ്റിനം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡീലിങ്സ്, കമ്മോഡിറ്റീസ് ആണ് ഡീൽ ചെയ്യുന്നത്. മറ്റേത് കോമെക്സ് ഡിവിഷൻ എന്ന് വെച്ചാൽ എന്താണ്, ബാക്കി വരുന്ന എല്ലാ മെറ്റൽസും ഡീൽ ചെയ്യുന്നത് ഏതാണ്, കോമെക്സ് ഡിവിഷനാണ്. കമ്മോഡിറ്റീസ് ട്രേഡഡ് ഇൻ ന്യൂയോർക്ക് മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച്. എന്തൊക്കെ കമ്മോഡിറ്റീസ് ആണ് ന്യൂയോർക്ക് മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാമെന്ന് നോക്കാം. ലൈറ്റ് സ്വീറ്റ് ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഹീറ്റിംഗ് ഓയിൽ, ഗ്യാസോളിൻ, RBOB ഗ്യാസോളിൻ, ഇലക്ട്രിസിറ്റി, പ്രൊപ്പെയിൻ, ഗോൾഡ്, സിൽവർ, കോപ്പർ, അലൂമിനിയം, പ്ലാറ്റിനം, പലേഡിയം എക്സെട്ര. ഈ ന്യൂയോർക്ക് മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ചിൽ ഡീൽ ചെയ്യുന്ന കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ലൈറ്റ് സ്വീറ്റ് ക്രൂഡ് ഓയിലാണ്, നാച്ചുറൽ ഗ്യാസ് ആണ്, അതേപോലെ തന്നെ ഗോൾഡാണ്, സിൽവറാണ്, കോപ്പറാണ്, അലൂമിനിയാണ്, പ്ലാറ്റിനാണ്. ഇങ്ങനെയുള്ള എല്ലാ കമ്മോഡിറ്റീസ് എവിടെ ഡീൽ ചെയ്യും, ന്യൂയോർക്ക് മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ചിൽ ഡീൽ ചെയ്യും. നെക്സ്റ്റ്, ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ച്
ഓർ LME. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഇൻ്റർനാഷണൽ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കമ്മോഡിറ്റി മാർക്കറ്റാണ് ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ദി ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ച് ഈസ് ദി വേൾഡ്സ് പ്രീമിയർ നോൺ ഫെറസ് മാർക്കറ്റ് with highly liquid contracts. The exchange was formed in 1877 as a direct consequence of the Industrial Revolution witnessed in the 19th century. Commodities traded in London Metal Exchange: aluminum, copper, nickel, lead, tin, zinc, aluminum alloy, North American special aluminum alloy, polypropylene, linear low density polyethylene, etc. ഈ ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഇൻ്റർനാഷണൽ കമ്മോഡിറ്റീസ് എക്സ്ചേഞ്ച് ആണ്, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കമ്മോഡിറ്റി മാർക്കറ്റാണ്. ഇതിൽ എന്ന് വെച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെറ്റൽ ഡീൽ ചെയ്യുന്ന മെറ്റൽ എക്സ്ചേഞ്ച് ആണ്, അല്ലെങ്കിൽ മെറ്റൽ ഡീൽ ചെയ്യുന്ന ഒരു കമ്മോഡിറ്റി ഇൻ്റർനാഷണൽ കമ്മോഡിറ്റി മാർക്കറ്റാണ് ഇത് ഈ ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇതിൽ കൂടുതലായിട്ട് ഡീൽ ചെയ്യുന്നത് എന്താണ്? മെറ്റൽസ് ആണ് അല്ലേ. അപ്പോൾ ഈ എക്സ്ചേഞ്ച് ഫോം ചെയ്തിട്ടുള്ളത് 1877 അപ്പോൾ ഇതിൽ ഡീൽ ചെയ്യുന്ന കമ്മോഡിറ്റീസ് പറയുന്നത് എന്തൊക്കെയാണ്? അലൂമിനിയാണ്, കോപ്പറാണ്, നിക്കലാണ്, ലെഡ്, ടിന്ന്, സിങ്ക്, അലൂമിനിയം, അത്തരത്തിലുള്ള കമ്മോഡിറ്റീസാണ് ഈ ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ചിൽ ഡീൽ ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? വേൾഡിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നോൺ ഫെറസ് മാർക്കറ്റാണ്. നോൺ ഫെറസ് മാർക്കറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഫെറസ് എന്ന് വെച്ചാൽ ഇരുമ്പടങ്ങിയ മാർക്കറ്റ്, അതായത് ഇരുമ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഇരുമ്പിൻ്റെ ഐറ്റംസ്, ഇരുമ്പിൻ്റെ സാധനങ്ങൾ, കമ്മോഡിറ്റീസ് ഡീൽ ചെയ്യുന്നതിനാണ് ഫെറസ് മാർക്കറ്റ് എന്ന് പറയാം. അപ്പം നോൺ ഫെറസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഇരുമ്പിൻ്റെ കമ്മോഡിറ്റീസ് ഇവിടെ ഡീൽ ചെയ്യുന്നില്ല, പകരം എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്? മെറ്റൽസ് ആണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇരുമ്പിൻ്റെ കാര്യങ്ങൾ ഇവിടെ ഡീൽ ചെയ്യുന്നില്ല, പകരം എന്താണ്? മെറ്റൽസ്, അലൂമിനിയം കാര്യങ്ങളാണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്താണ് പറയുന്നത്? വേൾഡിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോൺ ഫെറസ് മാർക്കറ്റാണ്. ഇരുമ്പ് ഡീൽ ചെയ്യാത്ത, ഇരുമ്പിൻ്റെ കമ്മോഡിറ്റീസ് ഡീൽ ചെയ്യാത്ത മാർക്കറ്റാണ് ഇത് ഈ ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ചിക്കാഗോ ബോർഡ് ഓഫ് ട്രേഡ് ഓർ CBOT. The first commodity exchange established in the world was the Chicago Board of Trade (CBOT) during 1848 by a group of Chicago merchants who were keen to establish a central marketplace for trade. Presently, the Chicago Board of Trade is one of the leading exchanges in the world for trading futures and options. More than 50 contracts on futures and options are being offered by CBOT currently through open outcry and or electronically. Commodities traded in Chicago Board of Trade: corn, soybean oil, soybean meal, wheat, oats, ethanol, rough rice, gold and silver. ചിക്കാഗോ ബോർഡ് ഓഫ് ട്രേഡ് ഒരു ഫസ്റ്റ് കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആണ്, വേൾഡിലെ തന്നെ ഫസ്റ്റ് കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആണ് ഇത് ചിക്കാഗോ ബോർഡ് ഓഫ് ട്രേഡ്. ഇത് എസ്റ്റാബ്ലിഷ്ഡ് ചെയ്തിട്ടുള്ളത് 1948 ചിക്കാഗോ മെർച്ചൻസ്, ഒരു ഗ്രൂപ്പ് ഓഫ് ചിക്കാഗോ മെർച്ചൻസ് ആണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഒരു സെൻട്രൽ മാർക്കറ്റ് പ്ലേസ് ഫോർ ട്രേഡ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സെൻട്രൽ മാർക്കറ്റ് പ്ലേസ് ആയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ചിക്കാഗോ മെർച്ചൻസ് ആണ് 1948 ചിക്കാഗോ ബോർഡ് ഓഫ് ട്രേഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും ട്രേഡ് ചെയ്യുന്ന വേൾഡിലെ തന്നെ ഏറ്റവും ലീഡിംഗ് എക്സ്ചേഞ്ചുകളിലൊന്നാണ് ചിക്കാഗോ ബോർഡ് ഓഫ് ട്രേഡ്. അതായത് ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും ട്രേഡ് ചെയ്യുന്ന വേൾഡിലെ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളിൽ ഒന്നാണ് ഇത് ചിക്കാഗോ ബോർഡ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. ചിക്കാഗോ ബോർഡ് ഓഫ് ട്രേഡിൽ ഡീൽ ചെയ്യുന്ന കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത് കോണാണ്, സോയാബീൻ ഓയിലാണ്, സോയാബീൻ മീലാണ്, വീറ്റ് ഉണ്ട്, ഓട്സ് ഉണ്ട്, അതേപോലെ തന്നെ ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്. ഇത്തരം കമ്മോഡിറ്റീസാണ് ചിക്കാഗോ ബോർഡ് ഓഫ് ട്രേഡിൽ ഡീൽ ചെയ്യുന്നത്. ടോക്കിയോ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓർ ടോക്കോം. The Tokyo Commodity Exchange or TOCOM is the second biggest commodity futures exchange in the world. It trades into metals and energy contracts. It has made a rapid advancement in commodity trading globally since its inception 20 years back. TOCOM's recent tie-up with the MCX to explore cooperation and business opportunities is seen as one of the steps towards providing platform for futures price discovery in Asia for Asian players in crude oil, since the demand supply situations in the United States that drives NYMEX is different from demand supply situations in Asia.
കമ്മോഡിറ്റീസ് ട്രേഡഡ് ഇൻ ടോക്കിയോ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓർ ടോക്കോം. ഗ്യാസോളിൻ, കെറോസിൻ, ക്രൂഡ് ഓയിൽ, ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം, അലൂമിനിയം, റബ്ബർ എക്സെട്ര. വേൾഡിലെ തന്നെ രണ്ടാമത്തെ ലാർജസ്റ്റ് കമ്മോഡിറ്റീസ് ഫ്യൂച്ചേഴ്സ് എക്സ്ചേഞ്ച് ആണ് ഇത് ടോക്കിയോ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇത് ട്രേഡ് ചെയ്യുന്നത് കൂടുതലായിട്ട് മെറ്റൽസും എനർജി കോൺട്രാക്ട്സ് ഒക്കെയാണ് ഈ ടോക്കിയോ കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ ഡീല് ചെയ്യുന്നത്. ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും ഒക്കെ ഡീല് ചെയ്യുന്നതിൽ ഏറ്റവും സെക്കൻഡായിട്ട് നിൽക്കുന്ന വേൾഡിലെ തന്നെ സെക്കൻഡായിട്ടുള്ള ലാർജസ്റ്റ് കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് എക്സ്ചേഞ്ച് ആണ് ടോക്കിയോ കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. ഇതിൽ ഡീല് ചെയ്യുന്ന കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഗ്യാസോളിൻ ഉണ്ട്, കെറോസിൻ ആണ്, ക്രൂഡ് ഓയിൽ ഉണ്ട്, ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, പ്ലാറ്റിനം ഉണ്ട്, അലൂമിനിയം ഉണ്ട്, റബ്ബർ ഉണ്ട്. ഇത്തരം കമ്മോഡിറ്റീസൊക്കെ ഈ ടോക്കിയോ കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ ഡീല് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ചിക്കാഗോ മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് ഓർ CME. The Chicago Mercantile Exchange or CME is the largest futures exchange in the US and the largest futures clearing house in the world for futures and options trading. Formed in 1898 primarily to trade in agricultural commodities, the CME introduced the world first financial futures more than 30 years ago. Commodities traded in Chicago Mercantile Exchange or CME is buttermilk, diammonium phosphate, feeder cattle, frozen pork bellies, lean hogs, live cattle, non-fat dry milk, urea ammonium nitrate etc. ചിക്കാഗോ മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ലാർജസ്റ്റ് ഫ്യൂച്ചേഴ്സ് എക്സ്ചേഞ്ച് ആണ്. അതേപോലെ തന്നെ ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും ട്രേഡ് ചെയ്യുന്നതിൽ ലോകത്തിലെ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഫ്യൂച്ചേഴ്സ് ക്ലിയറിംഗ് ഹൗസുമാണ് ഈ ചിക്കാഗോ മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇത് ഫോം ചെയ്തിട്ടുള്ളത് 1898 എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്? അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 1898 ഈ ചിക്കാഗോ മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് ഫോം ചെയ്തിട്ടുള്ളത്. ചിക്കാഗോ മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് വേൾഡിലെ തന്നെ ഫസ്റ്റ് ഫിനാൻഷ്യൽ ഫ്യൂച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് മോർ ദാൻ 30 years ആണ്. അതായത് 30 വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ CME ചിക്കാഗോ മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് ലോകത്തിലെ തന്നെ ഫസ്റ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ചിക്കാഗോ മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ബട്ടർ മിൽക്ക് ഉണ്ട്, അതേപോലെ തന്നെ ഫീഡർ കാറ്റൽ ഉണ്ട്, ഫ്രോസൺ പോർക്ക് ഉണ്ട്, ഡ്രൈ മിൽക്ക് ഉണ്ട്, യൂറിയ അമോണിയം നൈട്രേറ്റ് ഉണ്ട്. ഇങ്ങനത്തെ കമ്മോഡിറ്റീസാണ് ചിക്കാഗോ മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ചിൽ ഡീൽ ചെയ്യുന്നത്. നെക്സ്റ്റ്, ദുബായ് മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് ഓർ DME. ദുബായ് മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് DME ഈസ് എ ജോയിൻറ്റ് വെഞ്ചർ ബിറ്റ്വീൻ ദുബായ് ഹോൾഡിംഗ് ആൻഡ് ദി ന്യൂയോർക്ക് മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് NYMEX. It is still to be launched and is likely to be an active exchange for oil futures and it's in the center of oil producing nations. ദുബായ് മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് വേറെ ടൈപ്പ് ഓഫ് ഇൻ്റർനാഷണൽ കമ്മോഡിറ്റി മാർക്കറ്റാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ജോയിൻറ്റ് വെഞ്ചറാണ്. ദുബായ് ഹോൾഡിംഗ് കമ്പനി അതേപോലെ തന്നെ ന്യൂയോർക്ക് മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ചും തമ്മിലുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറാണ് ഈ ദുബായ് മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ഓയിൽ ഫ്യൂച്ചേഴ്സ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ആക്റ്റീവ് എക്സ്ചേഞ്ച് ഫോർ ഓയിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് സെൻറ്റർ ഓഫ് ഓയിൽ പ്രൊഡ്യൂസിങ് നേഷൻസ്. ഒരു ഓയിൽ ഫ്യൂച്ചേഴ്സ് ഡീൽ ചെയ്യുന്ന ആക്റ്റീവായിട്ടുള്ള എക്സ്ചേഞ്ചുകളും അതേപോലെ തന്നെ ഓയിൽ പ്രൊഡ്യൂസിങ് നേഷൻസൊക്കെ കൂടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ദുബായ് മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദുബായ് മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ചിൽ മെയിനായിട്ട് അവർ ഡീൽ ചെയ്യുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓയിൽ ഫ്യൂച്ചേഴ്സ് ആയിരിക്കും.